നമസ്കാരം. ജാതി വനിതാ പ്രാദേശിക സമവാക്യങ്ങൾ ഉറപ്പാക്കി ഗുജറാത്തിൽ പുതിയ മന്ത്രിസഭയ്ക്ക് രൂപം നൽകി ബി.ജെ.പി നേതൃത്വം. ആഭ്യന്തരമന്ത്രി ഹർഷ സാംഗ്വിക്ക് ഉപമുഖ്യമന്ത്രി പദം നൽകിയതാണ് മന്ത്രിസഭയുടെ അഴിച്ചുപണിയുടെ കാതലായ മാറ്റം. മുൻ മന്ത്രിസഭയിലെ 6 പേരെ മാത്രമാണ് നിലനിർത്തിയത്. മന്ത്രിസഭയിലെ 19 പേരും പുതുമുഖങ്ങളാണ്. ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവബ ജഡേജയും മന്ത്രിസഭയിൽ അംഗമാണ്. മന്ത്രിസഭയുടെ പുനഃസംഘടനയോടെ മന്ത്രിമാരുടെ എണ്ണം 25 ഉയർന്നു. മന്ത്രിമാരിൽ 8 പേർ OBC വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. 6 പേർ പട്ടിദാർ വിഭാഗത്തിൽ നിന്നുള്ളവരും 4 പേർ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ളവരും 3 പേർ SC വിഭാഗത്തിൽ നിന്നുള്ളവരുമാണ്. ക്ഷത്രിയ ബ്രാഹ്മൺ വിഭാഗത്തിൽ നിന്നും മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ട്. കൂട്ടരാജിക്ക് പിന്നാലെയാണ് ഗുജറാത്ത് മന്ത്രിസഭയിൽ വൻ അഴിച്ചുപണി. പുതിയ മന്ത്രിമാർ മഹാത്മാ മന്ദിറിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം പിന്നീടുണ്ടാകും. പുതിയ മന്ത്രിസഭയിൽ പ്രാദേശിക സന്തുലനം മെച്ചപ്പെടുത്താനും സാമൂഹ്യ പ്രാതിനിധ്യം ശാക്തീകരണത്തിനുമാണ് ശ്രമം. 2026 നടക്കാനിരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പും 2027 നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നാണ് സൂചന. ഏതായാലും ദീപാവലി സമ്മാനമായാണ് ഗുജറാത്തിലെ MLA-മാർക്ക് മന്ത്രിസ്ഥാന ലബ്ധി. 3 സ്ത്രീകളും പുതിയ മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സൗരാഷ്ട്ര മേഖലയ്ക്ക് പുതിയ മന്ത്രിസഭയിൽ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഈ മേഖലയിൽ നിന്നുള്ള 5 പേരാണ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതെങ്കിൽ പുതിയ മന്ത്രിസഭയിൽ അത് 8 ഉയർത്തിയിട്ടുണ്ട്. ഗുജറാത്തിൽ മുഖ്യമന്ത്രി ഒഴികെ മുഴുവൻ മന്ത്രിമാരും രാജിവെച്ചിരുന്നു. ഇന്നലെ വൈകിട്ടോടെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിനു ശേഷമാണ് മന്ത്രിമാർ രാജിവെച്ചത്. ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ബൻസാലും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മന്ത്രിസഭയിലും പാർട്ടിയിലും അഴിച്ചുപണി നടത്താനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം ബൻസാൽ യോഗത്തിൽ അറിയിച്ചു. പിന്നാലെ ഗവർണറുമായി ഗുജറാത്ത് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പുതിയ മന്ത്രിസഭയിൽ ഇടം നേടിയ പഴയ മന്ത്രിമാർ ഇവരൊക്കെയാണ്: ഹർഷ് സാംഗ്വി, കൻവരാജ് ബവാലിയ, പ്രഫുൽ പൻസേരിയ, ഋഷികേശ് പട്ടേൽ, പർഷോത്തം സോളങ്കി, കനുഭായ് ദേശായി എന്നിവരാണ്. അതേസമയം പുതുമുഖങ്ങൾ ഇവരൊക്കെയാണ്: ട്രിഗാം ചാങ്, സ്വരൂപ്ജി ഠാക്കൂർ, പ്രവീൺ മാലി, PC ബരാന്ത, ദർശനെ വാഘേല, കാന്തിലാൽ അമൃതിയ, റിവബ ജഡേജ, അർജുൻ ഭായ് മേധ്വാഡിയ, പ്രദ്യുമ്ന വാജ, കൗശിക് ബൈഗാരിയ, ജിതേന്ദ്ര ഭായ് വഖാനി, രമൺ ഭായ് സോളങ്കി, കമലേഷ് ഭായ് പട്ടേൽ, സഞ്ജയ് സിംഗ് മഹിന്ദ, രമേഷ് ഭായ് കാത്താര, മനീഷ വാഗീൽ, ഈശ്വർ സിംഗ് പട്ടേൽ, ജയറാം ഭായ് ഗാമിത്, നരേഷ് പട്ടേൽ എന്നിവരാണ്. സഹമന്ത്രിയായിരുന്ന ജഗദീഷ് വിശ്വകർമ്മയെ ഈ മാസം ആദ്യം BJP സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചിരുന്നു. കേന്ദ്രമന്ത്രി CR പാട്ടീലിന് പകരക്കാരനായിട്ടാണ് ഇദ്ദേഹം എത്തിയത്. BJPയുടെ ഒരു വ്യക്തി ഒരു പദവി നയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ മാറ്റം. വിശ്വകർമ്മ പുതിയ മന്ത്രിസഭയിലില്ല.